അപ്പോൾ ഈ കൊട്ടാരക്കരയിൽ നിന്നുള്ള മന്ത്രി അവിടെ താമസിക്കുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ ഒരു സിനിമാ നടൻ കൂടിയാണ്. അതുപോലെ തിരുവനന്തപുരത്തു നിന്ന് തന്നെയുള്ള ഒരു മഹാനടൻ, അദ്ദേഹവും ഈ പറയപ്പെട്ട മന്ത്രിപുത്രൻ നടനും ഒന്നിച്ചല്ല, അവർക്ക് രണ്ടുപേർക്കും ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. വിമൻസ് കോളേജിലെ സുന്ദരികളായ പെൺകുട്ടികളെ സിനിമയിൽ ചാൻസ് കൊടുക്കാം എന്ന് പറഞ്ഞ് സിനിമാ ലൊക്കേഷനിലേക്ക് വിളിക്കും. അങ്ങനെ സിനിമാ ലൊക്കേഷനിലേക്ക് വിളിച്ചു കഴിയുമ്പോൾ അവരുടെ ഉദ്ദേശം ചാൻസ് കൊടുക്കലൊന്നുമല്ല, ഉദ്ദേശം ഈ പെൺകുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക തന്നെയാണ്. അന്ന് കൊട്ടാരക്കരയിൽ നിന്നുള്ളൊരു മന്ത്രിയായിരുന്നു. ആ മന്ത്രിയെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ആ കൊട്ടാരക്കരയിൽ നിന്നുള്ള ആ മന്ത്രി അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ എവിടെയൊക്കെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളുണ്ടോ അവിടെയൊക്കെ കടന്നു കയറിയിട്ടുണ്ട്. ഒരു പക്ഷേ അവരിൽ പലർക്കും അദ്ദേഹത്തിന്റെ മക്കളും ഉണ്ടായിരിക്കാം. എനിക്ക് 5000 പ്രണയമുണ്ട്, പ്രണയമില്ലാത്തവർ ഭ്രാന്തന്മാരാണ്. അപ്പൊ നമ്മളൊക്കെ ഈ 5000 പ്രണയമുള്ളവരെ കാമഭ്രാന്തന്മാർ എന്നാണ് പറയാറുള്ളത്, അല്ലാതെ വേറൊരു പേരും അവർക്ക് പറയാറില്ല. നമ്മൾ പൂട്ടിയിടുകയാണ് വേണ്ടത്. പ്രിയ സുഹൃത്തുക്കളെ, ഇതിനു മുൻപ് ഞാൻ ഈ ഗ്രന്ഥം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. 7 ഡെഡ്ലി എക്കണോമിക് സിൻസ്, അതായത് 7 മാരക സാമ്പത്തിക പാപങ്ങൾ. ഇതാരെയാണ് ബാധിക്കുന്നത് എന്നല്ലേ എഴുതിയിരിക്കുന്നത്? ജെയിംസ് ആർ ഓട്ടിസൺ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. 2021 ഈ പുസ്തകം പുറത്തു വരുന്നത്. അപ്പൊ ഈ പുസ്തകത്തിൽ എന്താണ് അപഗ്രഥിക്കുന്നത്? ആഗോള തലത്തില് ഡെമോക്രസി ആകട്ടെ, സ്വേച്ഛാധിപത്യമാകട്ടെ, ഏത് ഭരണക്രമമാകട്ടെ, ഭരണത്തിന്റെ തലപ്പത്തെത്തുമ്പോഴേക്കും, അധികാരം ആഗിരണം ചെയ്യുമ്പോഴേക്ക് അവരൊക്കെ ഈ 7 മാരക പാപങ്ങൾക്ക് അടിമകളാകും എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. ഏതാണ് ഈ 7 പാപങ്ങൾ എന്ന് നോക്കണ്ടേ? 7 പാപങ്ങൾ എന്ന് പറയുന്നത് പ്രൈഡ്, ഗ്രീഡ്, ലസ്റ്റ്. പ്രൈഡ് നിങ്ങൾക്കറിയാം, അഹങ്കാരം. ഗ്രീഡ് അറിയാം, അത്യാർത്തി. ലസ്റ്റ്, കാമം. എൻവി, അസൂയ. ഗ്ലുട്ടണി, അത്യാർത്തി അഗെയിൻ, അതായത് അതിഭയങ്കര ആർത്തി. റാത്ത്, ഉഗ്രകോപം. ഓർമ്മയില്ലേ ഒരിക്കൽ കടക്ക് പുറത്ത് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പത്രക്കാരോട് പറഞ്ഞത്? അത്തരത്തിലുള്ള കോപമാണ് റാത്ത് എന്ന് പറയുന്നത്. അവസാനത്തേതോ സ്ലോത്ത്. സ്ലോത്ത് എന്ന് വെച്ചാൽ അലസത. അതായത് ഈ പറയപ്പെട്ട നേരത്തെ പറഞ്ഞ ഈ 6 പാപങ്ങളും ഉള്ളവര്, ഈ 6 പാപങ്ങൾ അവരെ ഗ്രസിച്ച് കഴിയുമ്പോഴേക്ക് പൊതുവെ അവർ അലസരായി മാറും. അതായത് അലസരായി മാറുമ്പോൾ എന്താ സംഭവിക്കുക? എന്തിനു വേണ്ടിയാണോ അവർ ഭരണത്തിലെത്തിയത് അത് കൃത്യമായി ചെയ്യാതെ അത് ഉഴപ്പും. അതായത് സ്വന്തം ഉത്തരവാദിത്വം ഉഴപ്പി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ, അതിന് മുൻപുള്ള ഈ 6 പാപങ്ങളിൽ മുഴുകി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ, അതാണ് ലോകമെമ്പാടും നമ്മൾ കാണുന്നത്. ലോകമെമ്പാടും കാണുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ കാണാവുന്നതാണ്. എങ്ങനെയാണ് നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ, എങ്ങനെയാണ് ഷി ജിൻപിങ്, എങ്ങനെയാണ് ഒക്കെ പോട്ടെ നമ്മുടെ ട്രംപ്, എങ്ങനെയാണ് ട്രംപിന്റെ സ്വഭാവം, എപ്സ്റ്റീൻ ഫയൽസും ഒക്കെ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര്, ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാര് എപ്സ്റ്റീൻ ഫയൽസുമായിട്ടൊക്കെ ഇപ്പൊ ലിങ്ക് ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ എലൺ മസ്ക്, ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവിയാണ് എന്ന് അവകാശപ്പെടുന്ന എലൺ മസ്ക് ബുദ്ധിജീവി തന്നെയാണ്. പക്ഷേ 14-16 മറ്റോ കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കും, അതായത് 14-16 സ്ത്രീകൾക്ക്, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, കുറച്ച് മുൻപ് വായിച്ച കാര്യമാണ്, ജീവനാംശം കൊടുക്കുന്നു. അവൻ്റെ സ്വന്തം കുട്ടികളായതുകൊണ്ട് ജീവനാംശം കൊടുക്കുന്നു. അതിനേക്കാൾ ഏറെ സ്ത്രീകളെ ആയിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ അങ്ങനെയുള്ള ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്, യഥാർത്ഥ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഗണത്തിലേക്കാണ് നമ്മളിപ്പോൾ ഒരാളെ കൂടി കൊണ്ടുവരുന്നത്. അതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ. അപ്പൊ എന്താണ് ഈ ഗണേഷ് കുമാർ പറയുന്നത്? ഗണേഷ് കുമാർ പറയുന്നത് എന്തുമാകട്ടെ, ജെയിംസ് ഓട്ടിസൺ പറഞ്ഞതുപോലെയുള്ള ഈ 7 മാരക പാപങ്ങൾക്ക് ഇപ്പൊ തന്നെ നമുക്ക് പത്മ കഫേ കേസ്, ഞാൻ ഒരു തരത്തിലും എൻ്റെ ഭരണത്തിൽ ഞാൻ വളരെ മികവ് കാണിക്കുന്നവരാണ്, KSRTCയെ
ഞാൻ ലാഭത്തിലേക്ക് കൊണ്ടുവന്നു, ഞാൻ അഴിമതി ഇല്ലാത്തവനാണ് എന്നൊക്കെ പറയുമ്പോഴും പത്മ കഫേ കേസിലൊക്കെ ഭയങ്കര അഴിമതി നടന്നു എന്നാണ് അവിടുത്തുകാരായ മനുഷ്യർ തന്നെ, വോട്ടേഴ്സ് തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇത് അറിയാം, ഇത് ഈ ഒരു പാപം മാത്രമല്ല, ഈ ഒരു പാപം ഗ്രസിക്കുന്നവരെ മറ്റു പാപങ്ങളും കൂടി ഗ്രസിക്കും. അത് മാത്രവുമല്ല, ഈ 5000 സ്ത്രീകളെ വരെ ഞാൻ 5000 പ്രണയങ്ങളുണ്ട് എന്നൊക്കെ എനിക്ക് പറയാനുള്ള ആ ചങ്കൂറ്റം, പൊതുജനത്തോടും പത്രപ്രവർത്തകരോടും പറയാനുള്ള ആ ചങ്കൂറ്റം, അതിനാണ് നമ്മൾ അഹങ്കാരം എന്ന് പറയുന്നത്. അതായത് ഒരു വിനയാന്വിതനായ രാഷ്ട്രീയക്കാരനാണെങ്കിൽ നാണം കെട്ട് തല കുമ്പിട്ട് പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? സ്വന്തം ഭാര്യ തന്നെ ഈ രംഗത്തേക്ക് കടന്നു ചെല്ലുന്നു. അപ്പൊ അവർ പറഞ്ഞത്, മന്ത്രി ഗണേഷിനെ കാണരുതാത്ത സാഹചര്യത്തിൽ കണ്ടെന്നു ഭാര്യ, എന്നെ തടഞ്ഞു വെച്ചു, എന്നിട്ടും പോലീസ് ഇടപെട്ടില്ല. അതായത് 112ലേക്ക് വിളിച്ചിട്ട് പോലും പോലീസിന്റെ സഹായം എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന ഭാര്യ തന്നെ അവര് ഇത് മൊബൈലിൽ പകർത്തി ആ മൊബൈൽ പിടിച്ചു പറിക്കാനായിട്ട് മന്ത്രിയുടെ സന്തത സഹചാരി ശ്രമിച്ചു എന്നൊക്കെയാണ് ഭാര്യ തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇപ്പൊ അവര് രമ്യതയിലെത്തി. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം ഒരു KSRTCയുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു, അവാർഡ് ദാന ചടങ്ങ്. അപ്പൊ അങ്ങനെ അവാർഡൊക്കെ ദാനം ചെയ്തുകൊണ്ട് അവരുടെ അടുത്ത് ചങ്കുറപ്പോടെ സംസാരിക്കുന്നു. പ്രസംഗം തുടങ്ങിയത് ഇത് എൻ്റെ എന്താ പറയുക, പടിയിറങ്ങലിന്റെ ആരംഭം എന്ന രീതിയിലാണ് പ്രസംഗം തുടങ്ങിയത്. പക്ഷെ ആ പടിയിറങ്ങൽ എന്ന് പറഞ്ഞത് ഞാൻ രാജിവെച്ച് പോകും എന്നല്ല, ഇനി ഒരു മീറ്റിംഗ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുകയും അപ്പോൾ മന്ത്രി പദവിയൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം നിർലജ്ജം പ്രഖ്യാപിക്കുകയും ചെയ്തു, ശക്തിയോടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ പറയപ്പെട്ട 7 മാരക പാപങ്ങൾക്കും അടിമകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ അല്പം ചരിത്രം ഓർത്തു പോവുകയാണ്. കാരണം ഞാൻ വിമൻസ് കോളേജിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അന്ന് കൊട്ടാരക്കരയിൽ നിന്നുള്ള ഒരു മന്ത്രി, വിമൻസ് കോളേജിന്റെ ഗേറ്റിന്റെ തൊട്ടടുത്താണ് മന്ത്രിഭവനങ്ങൾ, ഏതാനും മന്ത്രിഭവനങ്ങളുള്ളത്. അപ്പൊ ഈ കൊട്ടാരക്കരയിൽ നിന്നുള്ള മന്ത്രി അവിടെ താമസിക്കുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ ഒരു സിനിമാ നടൻ കൂടിയാണ്. അതുപോലെ തിരുവനന്തപുരത്തു നിന്ന് തന്നെയുള്ള ഒരു മഹാനടൻ, അദ്ദേഹവും ഈ പറയപ്പെട്ട മന്ത്രിപുത്രൻ നടനും ഒന്നിച്ചല്ല, അവർക്ക് 2 പേർക്കും ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. വിമൻസ് കോളേജിലെ സുന്ദരികളായ പെൺകുട്ടികളെ സിനിമയിൽ ചാൻസ് കൊടുക്കാം എന്ന് പറഞ്ഞ് സിനിമാ ലൊക്കേഷനിലേക്ക് വിളിക്കും. അങ്ങനെ സിനിമാ ലൊക്കേഷനിലേക്ക് വിളിച്ചു കഴിയുമ്പോൾ അവരുടെ ഉദ്ദേശം ചാൻസ് കൊടുക്കലൊന്നുമല്ല, ഉദ്ദേശം ഈ പെൺകുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടോ മനസ്സിലാക്കാതെ കൊണ്ടോ പെൺകുട്ടികൾ തന്നെ പല തരത്തിലുള്ളവരുണ്ടല്ലോ. ഏതായാലും നിഷ്കളങ്കരായിരിക്കില്ല ഈ പോകുന്നവർ. കാരണം നിഷ്കളങ്കരായത് അവരെ പെൺകുട്ടികൾ ഒരിക്കലും അവനവന്റെ അഭിമാനം വെച്ച് വാതുവെക്കുകയില്ല, അല്ലെങ്കിൽ അഭിമാനം വിറ്റ് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുകയില്ല. അപ്പൊ ഈ പെൺകുട്ടികൾ അങ്ങനെ പൂർണ്ണ വിശ്വാസത്തോടെ ചെന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ആകട്ടെ, പക്ഷെ ഇവര് പ്രായപൂർത്തിയായവരാണ്, നടന്മാരാണ്, മാന്യസ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. അത്തരം സാഹചര്യത്തിൽ ഈ പെൺകുട്ടികളെ അവർ 18 കഴിഞ്ഞവർ കാണും, 18-ന് മുൻപുള്ളവർ കാണും. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ, അതായത് പ്രീ ഡിഗ്രി മുതൽ ഉള്ള, അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രി മാറ്റപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ള ഒരു കാലത്താണ്. അങ്ങനെ ഈ പെൺകുട്ടികളെ ദൂരസ്ഥലങ്ങളിലേക്ക് വിളിക്കുന്നു, പോകുന്നു. ഇങ്ങനെയുള്ള കഥകൾ ധാരാളം ക്യാമ്പസിൽ നടക്കുന്നു. ആരും അറിയുന്നില്ല, അധ്യാപകർ അറിയുന്നില്ല, ആരും അറിയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ അന്ന് വിമൻസ് കോളേജിന്റെ വിമൻസ് ഹോസ്റ്റലിലെ റെസിഡന്റ് ട്യൂട്ടേഴ്സിൽ ഒരാളായിരുന്നു. അപ്പൊ എൻ്റെ വാർഡിലെ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു, ടീച്ചറെ ഇന്നവര് ഇന്നടത്ത് പോയിരിക്കുന്നു, രാവിലെ ഇവിടുന്ന് ഇട്ടുകൊണ്ട് പോകുന്ന വേഷം കോളേജിന്റെ ഒരു മുറിയിൽ വെച്ച് മാറ്റി, അവർക്ക് വിശ്രമിക്കാനുള്ള ഒരു മുറി, ആഹാരം കഴിക്കാനും വിശ്രമിക്കാനും ഒക്കെ ആയിട്ടുള്ള മുറിയിൽ വെച്ച് മാറ്റി വേറെ വേഷമൊക്കെ ധരിച്ചാണ് പോകുന്നത്, ഇങ്ങനെ പലരും ഇവിടെ നിന്ന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ഹൃദയകുമാരി ടീച്ചറാണ് പ്രിൻസിപ്പൽ, ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് ഈ വിവരം പറയുന്നു. ടീച്ചറിൻ്റെ അന്വേഷണത്തിൽ ഇങ്ങനെ ചിലതൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിയുകയും എല്ലാ ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും വിളിച്ച് നിരീക്ഷിക്കണം, ഇതിൽ വളരെ ശക്തമായ രീതിയിൽ കുട്ടികളെ നിരീക്ഷണ വിധേയരാക്കണം, ക്ലാസ്സിൽ വരാത്തവരെയും ഒക്കെ വേണ്ട രീതിയിൽ, നമുക്ക് പറ്റുന്ന രീതിയിൽ, അത് വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ ഒക്കില്ല. കാരണം വീട്ടിൽ നിന്ന് കോളേജിലേക്ക് വരുന്ന കുട്ടികൾ
അവിടെ വന്നോ വന്നില്ലയോ എന്നൊക്കെ എല്ലാവർക്കും നോക്കി കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ പറ്റുന്നത്ര നിരീക്ഷണം നടത്തുക എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ തെറ്റുകൾ പൂർണ്ണമായി തിരുത്തപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അന്ന് എന്നോട് അതിനുശേഷവും പലപ്പോഴും പറഞ്ഞു, ഈ സ്വഭാവം വളരെ നല്ലതാണ്, കീപ്പ് ഇറ്റ് അപ്പ് എന്നോട് ദേവകുമാരി ടീച്ചർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇടപെടേണ്ടി വന്നിട്ടുള്ള ഫിലിം സ്റ്റാർസ് അവരൊക്കെ വലിയ പുള്ളികളായിട്ട് ബഹുമാന്യതരായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ് എന്ന് ഓർക്കണം. അങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിൽ ഈ ഗണേഷ് കുമാർ, ഇങ്ങനെ ഒരു മന്ത്രിയായ ഗണേഷ് കുമാർ ഈ തരത്തില് ഒരു അപ്രോച്ച്, അതായത് തൻ്റെ തെറ്റ് കണ്ടുപിടിക്കപ്പെട്ടിട്ടും, അതായത് യഥാർത്ഥത്തിൽ ഭാര്യ തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ട് പോലും അത് അവരുമായിട്ട് സമരസപ്പെട്ടു എന്നാണ് പറയുന്നത്. ഒരു പക്ഷെ സമരസപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയായിരിക്കാം, നമുക്കതിനോട് വിയോജിപ്പില്ല. കാരണം അവർക്ക് ഇനിയും കുടുംബമായിട്ട് കഴിഞ്ഞു പോകണം. അപ്പോൾ ഈ ഒരു കാരണത്തിന്റെ പേരിൽ, ഇതുപോലെ നൂറ് കാരണങ്ങൾ ഉണ്ടാകാം, ഈ ഒരു കാരണത്തിന്റെ പേരിൽ അവർ സമരസപ്പെടുകയോ പെടാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നമ്മുടെ പ്രശ്നമേ അല്ല. പക്ഷേ ഇത് ഒരു മന്ത്രിയായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മന്ത്രി, ആ മന്ത്രിക്ക് ആ കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യതയുണ്ടോ, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിനോടൊക്കെ ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു കഥയും ഞാൻ പറയാം. അതായത് ലോകത്തെ ഏറ്റവും വലിയൊരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ പഠിച്ച് PhD എടുത്ത ഒരു പ്രൊഫസർ, കൊല്ലംകാരനാണ് അദ്ദേഹം. ആ പ്രൊഫസർ ഈ തിരുവനന്തപുരത്ത് തന്നെ ഒരു വലിയ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രസ്റ്റീജിയസ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം ഞങ്ങൾ കുറച്ചു പേര് ഒന്നിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തി മണ്ഡലത്തിൽ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു കഥയുണ്ട്. അന്ന് കൊട്ടാരക്കരയിൽ നിന്നുള്ളൊരു മന്ത്രിയായിരുന്നു. ആ മന്ത്രിയെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ആ കൊട്ടാരക്കരയിൽ നിന്നുള്ള ആ മന്ത്രി അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ എവിടെയൊക്കെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളുണ്ടോ അവിടെയൊക്കെ കടന്നു കയറിയിട്ടുണ്ട്. ഒരു പക്ഷേ അവരിൽ പലർക്കും അദ്ദേഹത്തിന്റെ മക്കളും ഉണ്ടായിരിക്കാം എന്നാണ് ആ ബഹുമാന്യനായ ആ പ്രൊഫസറുടെ പേര് ഞാൻ പറയാത്തത്. അദ്ദേഹം അത്ര ആദരണീയനാണ്, സ്വഭാവ ശുദ്ധിയുള്ളവനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരോ ഒന്നും ഞാൻ പറയാത്തത്. അദ്ദേഹത്തെ മനസ്സിലാക്കത്തക്ക രീതിയിൽ പോലും ഞാൻ ആ പേര് പറയാത്തത്. അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഞാനത് വിശ്വസിക്കുന്നത്. അപ്പം അദ്ദേഹം പറയാതെ തന്നെ അത്തരം ചില കഥകൾ ഈ ബഹുമാനപ്പെട്ട മന്ത്രിയെ പറ്റി നേരത്തെ, അതായത് ഗണേഷ് കുമാറിനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കൊട്ടാരക്കരക്കാരനായ ആ പ്രൊഫസർ ചൂണ്ടിക്കാട്ടിയ മന്ത്രി, ആ മന്ത്രിയെ പറ്റി ഞാൻ അത് കൂടാതെ തന്നെ പല കഥകളും കേട്ടിട്ടുണ്ട്. അതായത് കൊട്ടാരക്കരയ്ക്കും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള ചില സ്കൂളുകൾ, ആ സ്കൂളുകളിലെ അധ്യാപികമാര്, അങ്ങനെയുള്ള ചില കഥകൾ അധ്യാപികമാരുമായി ചേർത്തുള്ള കഥകളൊക്കെ ഞാൻ തന്നെ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത്തരം ചുറ്റുപാടില് യഥാരാജ തഥാ പ്രജ എന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെ അത്തരം ചുറ്റുപാടിൽ വളർന്നു വന്നത് കൊണ്ടാണോ നമുക്കറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള സ്വഭാവം. അതായത് അതായത് ഇവർക്കൊക്കെ തോന്നുന്നുണ്ടാവും, പണ്ടത്തെ രാജാക്കന്മാരെ ആലോചിച്ചു നോക്കൂ. ഇപ്പൊ ഉദാഹരണത്തിന് ബൈബിളിൽ തന്നെ ഒരു രാജാവിന്റെ കഥ പറയുന്നുണ്ട്. സോളമൻ രാജാവിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം വലിയ ഭക്തനായിരുന്നു. അങ്ങനെ ഭരണാധികാരിയായി കഴിഞ്ഞപ്പോൾ, ഭരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഈ ജനങ്ങളെ നല്ലവണ്ണം ഭരിക്കാൻ എനിക്ക് ബുദ്ധിയും ശക്തിയും നൽകണേ ദൈവമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചതും അനുഗ്രഹം തേടിയതും. പക്ഷെ അങ്ങനെ രാജാവായി തീർന്ന സോളമൻ പിൽക്കാലത്ത് എന്താണ് സംഭവിച്ചത്? 700 ഭാര്യമാരും 300 ഉപനാരിമാരും എന്ന് വെച്ചാൽ സപത്നിമാരും ഉണ്ടായിരുന്നു എന്നാണ് ബൈബിൾ തന്നെ പറയുന്നത്. പക്ഷെ അതുപോലെ നമ്മുടെ അക്ബർ ചക്രവർത്തിയോ അശോക ചക്രവർത്തിയോ ഏത് ചക്രവർത്തിമാരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ എടുത്തു നോക്കിയാലും നമുക്കറിയാം, അവർക്കൊക്കെ നിരവധി ഭാര്യമാരും സപത്നിമാരും ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്കിവിടെ ഗണേഷ് കുമാറിന്റെ കഥയുമായിട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ചക്രവർത്തിമാർ ഭാര്യമാരുടെ എണ്ണം കൂട്ടുന്നതും സപത്നിമാരെ കൂട്ടുന്നതും ഒക്കെ? അതിൻ്റെ കാരണം അവർ ചെന്നെത്തുന്ന ഓരോ മേഖല, അതായത് അവരുടെ രാജ്യത്തെ, അവരുടെ ഭരണകൂടത്തിന് കീഴിലുള്ള ഓരോ ജനതയെയും, പ്രത്യേക ജനതയെ, ഞാൻ പറയുന്ന ഓരോ വർഗത്തിൽപ്പെട്ട ജനതയെയും ചേർത്ത് പിടിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ഒരു ഡിപ്ലോമസി, ആ ഡിപ്ലോമസിയുടെ ഭാഗമാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും ഒരു സ്ത്രീയെ ഭാര്യയാക്കി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഒരു ചേർത്ത് പിടിക്കലിൻ്റെ, ഒരു ഇൻക്ലൂസീവ് ഭരണത്തിൻ്റെ ഒരു സാക്ഷ്യപത്രമായിരുന്നു
അതുപോലെ ഭാര്യമാരും സപത്നിമാരും ഉണ്ടാവുന്നത്. അത് നല്ലത് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു രാജാവിനെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യുന്ന ആ ഡിപ്ലോമസി വിജയകരമായ ഒരു ഒരു സ്ട്രാറ്റജി തന്നെ എന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതുപോലെയല്ല ഇപ്പോഴത്തെ ഡെമോക്രസിയിലെ രാജാക്കന്മാര്. ഡെമോക്രസിയിലെ ചക്രവർത്തിമാർ എന്ന് പറഞ്ഞാൽ 4-5 വർഷം കഴിയുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ അവരുടെ ടേൺ തീരുന്നു, വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട് അതേ പദവിയിലേക്ക് എത്തുന്നവരുണ്ട്. അത് ശരിയല്ല. ഡെമോക്രസിയിൽ മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുക്കണം. അപ്പോൾ 1-2 പ്രാവശ്യം വിജയിച്ച് കയറി വന്നവർ തന്നെ വീണ്ടും വീണ്ടും അവിടെ നിന്ന് വിജയിക്കണമെന്ന് ആക്രോശിക്കുന്നതും അവകാശപ്പെടുന്നതും പോലും തെറ്റാണ്. അപ്പോഴാണ് മറ്റുള്ളവർക്ക് അവസരം കിട്ടാതെ വരും. അവസരം കൊടുത്താൽ അല്ലേ ആരാണ് ഈ 7 പാവങ്ങളിൽ പെടാത്തവര്, ആരാണ് നല്ല സ്ട്രാറ്റജിയോടുകൂടി ഭരിക്കുന്നത്, ആത്മാർത്ഥതയുള്ളത്, കഴിവുള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റണമെങ്കിൽ ആൾക്കാരെ മാറി പരിശോധിക്കാൻ അത് ഡെമോക്രസിയിൽ അനിവാര്യമാണ്. അപ്പൊ അങ്ങനെ ഡെമോക്രസിയിൽ അതുകൊണ്ട് ഈ 5000 ഭാര്യമാരോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഏക ഭാര്യാവൃതം തന്നെയാണ് ഡെമോക്രസിയെ സംബന്ധിച്ച് അഭിലഷണീയമായ കാര്യം. ഏക ഭാര്യാവൃതക്കാർക്കൊക്കെ വട്ടാണ് എന്ന് പറയുന്നവർക്കാണ് വട്ട് എന്നുള്ളത് ജനം അടുത്ത ഇലക്ഷന് തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇന്ന് KSRTCയുടെ അവാർഡ് എന്തൊക്കെയോ കുറച്ച് അവാർഡുകളൊക്കെ കൊടുക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ അദ്ദേഹം ഞാൻ പടിയിറങ്ങുന്നു. അപ്പൊ ഇന്നലെയൊക്കെ പത്രക്കാരും എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നു, പ്രതിപക്ഷവും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു ഗണേഷ് കുമാർ പിന്നെ രാജിവെക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ശക്തമായ രീതിയിൽ തന്നെ, അതായത് ശക്തമായ രീതിയിൽ എന്ന് വെച്ചാൽ യുക്തിസഹമായ രീതിയിൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഇത്തരം ഒരു തെറ്റ് കണ്ടുപിടിക്കപ്പെട്ടു, പോലീസ് ഇടപെട്ടില്ല, പക്ഷേ കുറ്റം കണ്ടുപിടിക്കപ്പെട്ടത് മൂന്നാമതൊരു വ്യക്തിയല്ല, സ്വന്തം ഭാര്യ തന്നെയാണ് ഈ കുറ്റം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് ബദലില്ല. അതിനെ ഒരു തരത്തിലും നമുക്ക് അത് നടന്നില്ല, അത് വെറുതെ പറയുകയാണ്, ഊഹമാണ് എന്നൊന്നും പറയാൻ ഒക്കില്ല. അവരത് മൊബൈലിൽ പകർത്തുകയും ചെയ്തു. അതിനേക്കാൾ വലിയ തെളിവ് എന്താണ് ആവശ്യമുള്ളത്? അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെക്കണം എന്നുള്ള വളരെ വളരെ യുക്തിസഹമായ ഒരു ഡിമാൻഡാണ് പ്രതിപക്ഷത്തു നിന്ന് വന്നിട്ടുള്ളത്. അതുപോലെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ, അദ്ദേഹത്തെ ഭയമില്ലാത്തവർ, അദ്ദേഹത്തിൽ നിന്ന് കാശ് വാങ്ങാത്തവർ, പണ്ട് പലപ്പോഴും കേട്ടിട്ടുണ്ട് അദ്ദേഹം കാശ് കൊടുത്തും പിന്നെ വോട്ട് വാങ്ങാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പണക്കാരാണ്, അപ്പൊ പണക്കാരാകുമ്പോൾ അവർക്ക് കാശിന്, പിന്നെ അതുപോലെ ഭരണത്തിൽ ഇരിക്കുമ്പോൾ അഴിമതി, പത്മ കഫേയുടെ കാര്യത്തിലൊക്കെ അദ്ദേഹം അഴിമതി കാട്ടി എന്നുള്ള കഥകൾ ധാരാളമുണ്ട്. അപ്പൊ അങ്ങനെ അഴിമതി കാട്ടിയൊക്കെ പണം ഉണ്ടാക്കുന്നവർക്ക് അടുത്ത ഇലക്ഷന് ജയിച്ചു വരാൻ വേണ്ടി പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. തന്നെയുമല്ല LDF അതിന് വളരെ ഈ പണം കൊടുത്തും അല്ലാതെയും ഒക്കെ ആൾക്കാരെ കൊണ്ട് കള്ളവോട്ട് ചെയ്യിച്ച്, അതായത് വസ്തുനിഷ്ഠമായിട്ട് യഥാർത്ഥ LDFക്കാരെന്ന് പറയുന്ന ആൾ തന്നെ ആണ് എങ്കിൽ പല വോട്ടുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കറിയാം, ഞാൻ പിന്നെ കോളേജിലായിരുന്ന കാലത്ത് ഗസറ്റഡ് ഓഫീസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം എന്നേക്കാൾ സീനിയറാണ്, അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് LDF വിട്ടു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയുന്നില്ല, പറഞ്ഞ അവരെ ഇവർ ഇല്ലാതെയാക്കി കളയും. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനായിട്ട് കോണ്ടാക്ട് ഒന്നും ഇപ്പൊ ഇല്ല. ഒരു പക്ഷെ മരിക്കാറൊന്നും പ്രായമായിട്ടില്ല. അദ്ദേഹം മേ ബി ഒരു എന്നേക്കാൾ 2-3 വയസ്സിന് മുമ്പ് മാത്രമേ ഉള്ളൂ. സോ പുള്ളി ഇപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാണ്. അപ്പൊ അദ്ദേഹം എന്തു പറഞ്ഞുകൊണ്ടാണ് പാർട്ടി വിട്ടത്? 16 വോട്ട് വരെ, അതായത് ഗസറ്റഡ് ഓഫീസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇലക്ഷൻ വരുമ്പോൾ ഒരാള് 16 ആളുടെ പേരിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇദ്ദേഹം തന്നെ. അങ്ങനെ കള്ളവോട്ട് ചെയ്യിക്കേണ്ട ഒരു ഗതികേടാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഈ പാർട്ടിയിൽ നിൽക്കുന്നില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ് പാർട്ടി വിട്ടുപോയ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് LDFന്റെ സ്വഭാവം എന്നത്. അത് LDFന്റെ സ്വഭാവമാണ്. എങ്ങനെയും, അതായത് ലക്ഷ്യം നല്ലതെങ്കിൽ മാർഗം ഏതുമാകാം, അതാണ് അവരുടെ മുദ്രാവാക്യം. അപ്പൊ അങ്ങനെയുള്ള ആ ലക്ഷ്യത്തിലേക്ക്, അതായത് വിജയമാണ് അവരുടെ ലക്ഷ്യം. അതല്ലാതെ ജനങ്ങളെ ചേർത്ത് പിടിക്കലോ ഇൻക്ലൂസീവ്നെസ്സോ അതൊക്കെ പണ്ടായിരുന്നു, മാർക്സിന്റെ കാലത്ത്. ഇപ്പൊ അങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊന്നും ഒരിടത്തുമില്ല. ഇപ്പൊ മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂട്ടത്തിലാണ് ഉള്ളത്. അതിന് ഉദാഹരണമാണ് നമ്മൾ ചൈനയിൽ നോക്കുക. അവിടെ ജനങ്ങൾ ഇൻകുലാബ് വിളിക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണ്? ഒക്കത്തിന്റെയും കഴുത്തറുത്ത് കളയും. അതുകൊണ്ടാണ് Tiananmen സ്ക്വയർ സമരമൊക്കെ നമുക്കറിയാവുന്നത്. എത്ര 1000 പേരാണ് കുരുതി കഴിക്കപ്പെട്ടതെന്ന്, ക്യാമ്പസിലെ കുട്ടികളെ തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഇന്ന് ലോകത്തുള്ളത്. മാർക്സ്
പ്രവചിച്ചതും കൊണ്ടുവന്നതുമായ കമ്മ്യൂണിസം ഇന്ന് ലോകത്ത് എവിടെയുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇതുപോലെ ഇവരെ ലക്ഷ്യം കാണാൻ, അതായത് ജയിക്കുക മാത്രമാണ്. എന്നിട്ട് ഓരോരുത്തരുടെയും പോക്കറ്റ്, ഓട്ടിസൺ പറഞ്ഞിരിക്കുന്ന 7 തിന്മകളും ചെയ്യുക ജയിച്ചു കഴിഞ്ഞാൽ, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം അത് ഏത് കുൽസിത മാർഗത്തിലൂടെയും വെട്ടിപ്പിടിക്കാൻ, അതായത് വോട്ട് വാങ്ങി ജയിക്കുക, അങ്ങനെ കള്ള വോട്ട് ചെയ്യിക്കുക. എത്ര വോട്ട് ഒരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും അത്രയും വോട്ട് ഒരാളെ കൊണ്ട് ചെയ്യിക്കും. അതുകൊണ്ട് എതിരാളികൾ, അതായത് കോൺഗ്രസും BJPയും ഓർത്തിരിക്കുക, സർവ്വ ബൂത്തുകളിലും വളരെ കൃത്യതയോടുകൂടിയുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ വേണം. വോട്ട് കഴിഞ്ഞാൽ തന്നെ കൗണ്ടിങ്ങിന് മുൻപ് എന്തൊക്കെ തിരിമറികൾ, അതായത് LDFകാർ മാത്രം ചെയ്ത വോട്ട് പെട്ടികൾ അവിടെ കൊണ്ടുവന്ന് വെക്കില്ല എന്ന് ഉറപ്പില്ല. അതൊക്കെ വളരെ കൃത്യതയോടെയും കണിശത്തോടെയും നോക്കിയില്ലെങ്കിൽ ഇവരെ വീണ്ടും പിണറായി 3 വന്നു കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിണറായി 3 വന്നാൽ എന്തായിരിക്കും അവസ്ഥ? പിണറായി 3 വന്നാൽ പ്രത്യേക അവസ്ഥയൊന്നുമില്ല. വെസ്റ്റ് ബംഗാളായിട്ട് നമ്മൾ ഈ കേരളം മാറും. പിന്നെ കേരളത്തിന് ഒരിക്കലും മുക്തി ഉണ്ടാവില്ല. കേരളം അറബിക്കടലിലേക്ക് താഴ്ന്നു പോകുന്നതാണ് ബംഗാളായിട്ട് മാറുന്നതിനേക്കാൾ ഉത്തമം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മിസ്റ്റർ ഗണേഷ് കുമാർ പറയുന്നത്, എനിക്ക് 5000 പ്രണയമുണ്ട്, പ്രണയമില്ലാത്തവർ ഭ്രാന്തന്മാരാണ്. അപ്പൊ നമ്മളൊക്കെ ഈ 5000 പ്രണയമുള്ളവരെ കാമഭ്രാന്തന്മാർ എന്നാണ് പറയാറുള്ളത്. അല്ലാതെ വേറൊരു പേരും അവർക്ക് പറയാറില്ല. അവർ നമ്മൾ പൂട്ടിയിടുകയാണ് വേണ്ടത്. കാരണം ഈ 5000 പ്രണയം ചേഷ്ടകളോടെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും സമൂഹത്തിലെ മനുഷ്യന്റെ പ്രവൃത്തിയും ജീവിതവും ചിന്തയും എന്ന് ഓർക്കുമ്പോൾ അവരെ കൂട്ടിയിടണമെന്ന് നമ്മൾ പറയും. പറയാതിരുന്നാലാണ് നമ്മൾ യുക്തിസഹമായിട്ട് ചിന്തിക്കുന്നില്ല എന്ന് പറയും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് അത് ഊഹാപോഹങ്ങൾ വെച്ചാണ് ആ കേസിന്റെ പേരിൽ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ആഹ്വാനം നടത്തിയത്. അങ്ങനെ തന്നെ കോൺഗ്രസ് തീരുമാനിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടുള്ള ആദരവ് കൊണ്ടല്ല, കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം കൊണ്ട് തന്നെ, ഇച്ഛാശക്തി കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുകയും ചെയ്തു. ഓർമ്മിക്കണം, അദ്ദേഹം ഒരു MLA മാത്രമായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്, ശരിയാണ്, പക്ഷെ MLA മാത്രമായിരുന്നു. ഇവിടെ കയ്യോടെ കുറ്റവാളിയെ കുറ്റകൃത്യത്തോടു കൂടി തന്നെ പിടികൂടി. സ്വന്തം ഭാര്യ, മൂന്നാമതൊരാളല്ല പിടികൂടി. അത് MLA മാത്രമല്ല, MLAയും മന്ത്രിയുമാണ്. അപ്പോൾ അയാൾക്ക് എതിരെ എടുക്കേണ്ട നടപടിയിൽ ഒരു ഉദാസീനതയും കാണിക്കാൻ പാടില്ല. അങ്ങനെ ഉദാസീനത കാണിച്ചാൽ അത് തീർച്ചയായും ഈ വോട്ടേഴ്സ്, കേരളത്തിലെ വോട്ടേഴ്സ് അതിൻ്റെ കള്ളക്കളി കൃത്യമായി മനസ്സിലാക്കും. അടുത്ത ഇലക്ഷനെ അത് ബാധിക്കുമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നത് നല്ലത്. അതുകൊണ്ട് ശക്തമായ നടപടിയെടുക്കുക. ഗണേഷ് കുമാറിനെ അത്യാവശ്യമായിട്ടും പുറത്താക്കുക. അവർ കുടുംബത്തിൽ ഒന്നിച്ചു ചേരുകയോ സമരസപ്പെടുകയോ എന്തുമാകട്ടെ, അത് ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രശ്നമല്ല, അവരുടെ കുടുംബത്തിന്റെ മാത്രം പ്രശ്നമാണ്.